അമ്മായിയപ്പനും മരുമകനും ഒരേ ഫ്രെയിമിൽ നിൽക്കുകയാണ്. അതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്. ഒരു ഉളുപ്പെന്ന് പറയുന്ന ഒന്നില്ലാതായി പോയിരിക്കുകയാണ്. അതിനൊത്ത അണികളും. ഉളുപ്പെന്നല്ല, ഞാനിതൊക്കെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച പക്ഷേ വെറുതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പിണറായി വിജയനെ പോലെ വിശിഷ്ട വ്യക്തിത്വമുള്ള ഒരാൾ, ഇത്രയും പ്രായമൊക്കെ ഉള്ള ആൾ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് കേട്ടോ. ആളുകൾ ചുമ്മാ രാഷ്ട്രീയം പറഞ്ഞുണ്ടാക്കി. നമ്മൾ പിണറായി വിജയനെക്കുറിച്ച് എന്തൊക്കെ വിമർശനം ഉന്നയിച്ചാൽ അദ്ദേഹത്തിനെക്കുറിച്ചൊരു മതിപ്പുണ്ട്, ഒരു വിശ്വാസമൊക്കെ ഉണ്ട് എനിക്ക്, ഒരു വ്യക്തിത്വം. വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ലോസ് പരിഹരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് വളരെ വൈദഗ്ധ്യപൂർവ്വം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ വകുപ്പിനെയും നല്ല നിലയിൽ അദ്ദേഹം പരിരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ തടസ്സങ്ങൾ ഞങ്ങളൊരു അദ്ദേഹമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്നു അദ്ദേഹം. ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിവുറ്റ ഒരു മന്ത്രി എന്നുള്ള ഒരു പ്രതിച്ഛായ എപ്പോഴും കുറച്ച് ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നു അദ്ദേഹം തൻ്റെ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണെന്ന് കുറേ വർഷങ്ങളായിട്ട് പറയുന്നു. അതൊക്കെ ഞാനങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. കാരണം ഹോപ്പിംഗ് എഗൻസ്റ്റ് ദ ഹോപ്പ് എന്നൊരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ സംഭവിക്കുകയില്ല. പക്ഷെ ഓരോ ദിനം വരുന്തോറും അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നോ എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ആശങ്ക വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ വലിയ റോളൊന്നും ഇതിനകത്ത് പ്രധാനപ്പെട്ടതൊന്നും തദ്ദേശ ഭരണ വകുപ്പിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണത്. ഓരോ നഗരങ്ങളെന്ന് പറയുന്നത് ഭരിക്കുന്നത് മേയർമാരെ ഭരിക്കുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രിയാണല്ലോ. ആ മന്ത്രിക്ക് ഒരു റോളും കൊടുക്കാതെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിക്കും അവിടുത്തെ മന്ത്രിയായിട്ടുള്ള മരുമകനായിട്ടുള്ള റിയാസിനും റോള് കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ശ്രമം കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പദ്ധതിയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ 4ാം വാർഷികത്തിൽ അമ്മായിയപ്പൻ്റെ വായിലേക്ക് മരുമകൻ ഇങ്ങനെ കേക്ക് കൊടുക്കും. ആ പ്രതിച്ഛായ അതൊരു ഛായ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കില്ല ഈ ആരോപണം നിലനിൽക്കുന്ന സ്ഥിതിക്ക്. അപ്പോൾ ഈ നെഹ്റു കുടുംബത്തിൻ്റെ എന്ന പോലെ കുടുംബത്തിനകത്ത് നിന്ന് മറ്റൊരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യമാണോ മോട്ടോയാണോ ഇതിൻ്റെ പിന്നിൽ, രാഷ്ട്രീയ അഭിലാഷമാണോ ഇതിൻ്റെ പിന്നിലെന്ന് സാമാന്യ ജനങ്ങൾ ആലോചിച്ചു പോകും. അതിൻ്റെ സംശയത്തിൻ്റെ നിവാരണം നടത്തേണ്ടത് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയാണ്. പക്ഷേ ആ സംശയം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല വിജയനാഥെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ന് വരെ റിയാസ് അല്ല അടുത്ത മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അത് പറയും. ആരോപണങ്ങൾക്കൊരു നിഷേധം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വീണ വിജയൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതു, കേസുകളിപ്പോൾ 2 പേര് വരുമ്പോൾ 2 കേസുകളായിരിക്കും എങ്കിൽ തന്നെ പാർട്ടി എടുത്ത നിലപാട് നോക്കൂ. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാടും ഐക്യമൊന്നും പാർട്ടി അങ്ങനത്തെ ഒരു ഐക്യം ഒന്നും പ്രകടിപ്പിച്ചില്ലല്ലോ. പിണറായി വിജയൻ്റെ മകൾ വന്നപ്പോൾ അത് അഴിമതിയാണെന്ന് ഇഡിയും എല്ലാവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതിനെ ന്യായീകരിക്കാൻ പോലും ആരും ചെന്നില്ലെന്ന് മാത്രമല്ല, ബിനോയ് വിശ്വത്തിൻ്റെ മെക്കിട്ട് കയറി ശിവൻകുട്ടി തൻ്റെ സഹായമൊന്നും വേണ്ട, അവളെ ഞങ്ങൾ രക്ഷിച്ചോളാമെന്ന്. രണ്ട് പാർട്ടിയുടെ പുത്രിയാണെന്നുള്ള മട്ടിലാണ്. AKG സെൻറ്ററിൻ്റെ അഡ്രസ് വെച്ചാണല്ലോ അഴിമതി നടത്തിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ മേൽവിലാസവും അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ AKG സെൻറ്ററിൻ്റെയും പാർട്ടിയുടെയും മേൽവിലാസത്തിൽ നടത്തിയ ഒരു അഴിമതിയാണോ ഈ 2.30 കോടി രൂപ വീണയുടെ പേരിൽ തന്നെ നടത്തിയിരിക്കുന്ന തിരിമറിയും അഴിമതിയും എന്ന് സംശയം ഉണ്ടായി പോവുകയാണ്. എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതോ കേസിൽ ഏതോ ഒരു അഴിമതി വീരനായിട്ടുള്ള, അഴിമതിയുടെ പേരിൽ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൊടുത്ത കേസിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിലെ ഒരു ഉദ്യോഗസ്ഥൻ, താഴെ അറ്റത്തുള്ള ഏതോ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതിന് ധൈര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അറസ്റ്റ് ED എല്ലാം ഇങ്ങനെയാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു വീണ വിജയനുണ്ടായിട്ടുള്ള ആ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ED ഇത്രയേ ഉള്ളൂ. വീണ വിജയൻ സത്യസന്ധയാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദയനീയമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എവിടെ അഴിമതിക്കാരില്ലാത്തത്? CBIയിൽ അഴിമതിക്കാരില്ലേ? പട്ടാളക്കാർ ചാരപ്രവർത്തി നടത്തുന്നവരുണ്ടെന്നേ. നമ്മളതുണ്ടല്ലോ, പട്ടാളക്കാരെല്ലാം കള്ളന്മാരെന്ന് നമ്മൾ പറയാറുണ്ടോ? അതുപോലെയാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള പണത്തിൻ്റെ ആർത്തിമൂർത്ത ഉദ്യോഗസ്ഥരുണ്ടായിരിക്കാം. അവർ ഏജൻറ്റിനെ വെച്ച് അഴിമതി നടത്തുന്നുണ്ടാവും. RTO ഓഫീസ്, നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന RTO ഓഫീസിൽ ഏജൻറ്റിനെ വെച്ച് അഴിമതി നടത്താറില്ലേ?
അതിൻ്റെ വിഹിതം അങ്ങ് MLA വരെ ഉള്ളവർക്ക് എത്താറില്ലേ? സത്യസന്ധമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാൻ അതിൻ്റെ ചിത്രം വ്യക്തമാകും. പക്ഷേ ഈ പാർട്ടി അണികളിൽ പോലും ഇതിനകത്ത് യാതൊരു അമർഷമോ പ്രതിഷേധമോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല, പരസ്യമായിട്ട് വന്നിട്ടില്ല. കാരണം എല്ലാവരെയും സ്വന്തം കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് പിണറായിക്ക് ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരും അദ്ദേഹത്തെ പേടിക്കുന്നു എന്നുള്ളതാണ്. കാരണം അച്യുതാനന്ദനെ ഇത്ര മെരുക്കി പരിവുമാക്കിയ ഒരാളിനെ ഒരു മൃഗശിക്ഷകനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. മൃഗശിക്ഷകൻ എന്നാണ് ശരിയായിട്ടുള്ളത്. ഇപ്പം പ്രദീപ് കുമാറിനെ തന്നെ കണ്ടില്ലേ, ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അതെ, സംശുദ്ധനായ ഒരു മനുഷ്യനാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ മറ്റ് അഴിമതി കഥകളും ഒരു ദുഷ്പേരും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി തന്നെയല്ലേ ഈ പ്രദീപ് കുമാറിനെയും അവിടെ കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്നു അത് പാർട്ടിയുടെ തീരുമാനമായിരിക്കും. പിണറായി വിജയൻ്റെ തീരുമാനമാവാനിടയില്ല. ചില തീരുമാനങ്ങൾ പിണറായി വിജയൻ്റേതല്ലാതെ ഉണ്ട്. മന്ത്രിയുടെ തീരുമാനത്തിന് പി രാജീവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു എന്ന്. പി രാജീവിന് അതാണ്. പി രാജീവ് ഇപ്പോൾ വളരെ വിഷണ്ണനാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ആ പരിപ്പ് ഇവിടെ വേവുകയില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള കാര്യമാണ്. പരോക്ഷമായിട്ട് അതിനെയാണ് സൂചിപ്പിച്ചത്. ഒന്നത്. രണ്ടാമത്, ഈ പ്രദീപ് കുമാർ എന്ന് പറയുന്നത് വളരെ സത്യസന്ധനും അതുപോലെ തന്നെ സൗമ്യനുമായിട്ടുള്ള ഒരു CPM നേതാവാണ്. CPM നല്ല വിവരമുള്ളവനും അതേസമയം കോഴിക്കോട്ട് നിന്ന് പലതവണ ജയിച്ചു. വിജയശ്രീലാളിതനായിട്ടുള്ള വ്യക്തി. അങ്ങനെ ഒരു സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യുവൻസി ജയിക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ജനപ്രിയത വേണം. അങ്ങനെയുള്ളൊരു വ്യക്തി നല്ല വിവരമുള്ള വ്യക്തിയുമാണ്. അച്യുതാനന്ദൻ്റെ പക്ഷം നിന്നിരുന്ന ആളാണ്. അച്യുതാനന്ദൻ സത്യസന്ധനായതുകൊണ്ട് തന്നെ രാജീവല്ല, പ്രദീപ് കുമാർ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. പിണറായി വിജയൻ്റെ തീരുമാനമായിരിക്കില്ല. ഈ ഓഫീസിനെ കേന്ദ്രീകരിച്ച് അഴിമതി വന്നപ്പോൾ MV ഗോവിന്ദൻ്റെ ഒരു തീരുമാനമായിരിക്കാൻ ഇടയുണ്ട്. പാർട്ടിയാണിത് തീരുമാനിക്കുന്നത്. അങ്ങനെ വന്ന ഒരു തീരുമാനമായിരിക്കാൻ ഇടയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു ഈ പി രാജീവ് റിയാസിനെതിരെ പരസ്യമായ രംഗത്ത് വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിന് തൻ്റെ ഇടം ഉണ്ടാവില്ല. PV അൻവർ വന്ന് എന്താ സംഭവിച്ചത്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയാണല്ലോ ചെയ്തത്. തൻ്റെ ഇടമായിട്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നോ? ഇല്ല. തുടക്കത്തിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു? മോറലായിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ എന്തായി തീർന്നു? വെല്ലുവിളി ഗതയും ഒക്കെ എടുത്തുകൊണ്ട് യുദ്ധത്തിന് വന്നിട്ട് എന്തായി? ഒടിഞ്ഞു പോയില്ലേ ഗതകളെല്ലാം? ഒടിഞ്ഞു പോയില്ലേ? അനക്കം ഉണ്ടോ ഇപ്പോൾ? ഇനി നിലമ്പൂര് വരുമ്പോൾ ഒന്നുകൂടെ ഒരു ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. എന്തായി തീരുമെന്ന് കണ്ടറിയണം. അപ്പോൾ അതുകൊണ്ട് അതാണ് പേടിക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ടു പോവും. അതാണ് സംഭവം. ഒറ്റപ്പെട്ടു പോവുകയാണ്. ശക്തനായിട്ടുള്ള ഒരാളിനെ നേരിടാൻ ഉള്ള ധൈര്യം ആർക്കുമില്ല. പൂച്ചയ്ക്ക് മണി കെട്ടാൻ ആർക്കും ധൈര്യമില്ല. വാസ്തവത്തിൽ ഈ അവസ്ഥ ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കും. ആർക്കും പൂച്ചയ്ക്ക് മണി കെട്ടാൻ ധൈര്യമില്ല. എലികളെ ഓരോന്നിനെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു പൂച്ച. പക്ഷേ പൂച്ചയ്ക്ക് മണി കെട്ടാൻ ആര് മണി കെട്ടും എന്നുള്ള ചോദ്യമാണ് ഇവിടെ. PV അൻവർ മണി കെട്ടാൻ നോക്കി. ഇപ്പോൾ വീണ്ടും മണിയടിയായിട്ട് തിരിച്ചു വരേണ്ട ഒരു ഗതികേടിലാണ് അദ്ദേഹത്തിന് വരുന്നത് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.